ഒരു വീടിന് മാത്രം അമിതമായിട്ട് നല്ലൊരു ബന്ധം വയ്ക്കുക, ഒരു വീടിനോട് മാത്രം ചേർന്നിരിക്കുക, ഒരു വീടിന്റെ ആവശ്യങ്ങളോട് മാത്രം കൂടുതൽ താല്പര്യം കാണിക്കുക. തിരിച്ചറിയണം, അത് യഥാർത്ഥ പുരോഹിതന്റെ ശുശ്രൂഷ അല്ല. പുരോഹിതൻ ഒരു ദേശത്തിന്റെ കാവൽക്കാരനാണ്, ഒരു വീട്ടിന്റെ കാവൽക്കാരനല്ല. ഒരു ദേശത്തിന്റെ, ഒരു ജനത്തിന്റെ കാവൽക്കാരനാണ്. എല്ലാ ജനത്തിന്റെയും ആവശ്യങ്ങളിൽ ആ പുരോഹിതൻ ഉണ്ടായിരിക്കണം. ദൈവം വച്ചിട്ടുള്ള ഈ ഒരു ലക്ഷ്യം നിർദ്ദേശം പാലിക്കാതെ ഏത് പുരോഹിതനായിരുന്നാലും ഒരു വീടിന്റെ പൗരോഹിത്യ ശുശ്രൂഷയോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ പ്രത്യേക ജനത്തിന്റെയോ പ്രത്യേക കുടുംബങ്ങളുടെയോ ശുശ്രൂഷ മാത്രം ഏറ്റെടുത്ത് ചെയ്യാനായി താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ വ്യക്തി അകന്നുപോയി എന്ന് ജനം തിരിച്ചറിയണം. ജനം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ പുരോഹിതൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ അർപ്പിക്കുന്ന ഒരു പുരോഹിതനാക്കി ദൈവമേ നീ മാറ്റണമേ. അങ്ങനെ വരുമ്പോൾ ഒരാളും ഒരു പുരോഹിതനെയും സ്വന്തം വീടിന്റെ പുരോഹിതനാക്കി അടച്ചിടുകയില്ല.